ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നവീകരണം പാതി പിന്നിടുമ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളിൽ അംഗമായതാണ് ഒറ്റപ്പാലം അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളം. അനങ്ങൻ മലയടിവാരത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞ കുളം തിങ്കളാഴ്ച 2-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. 200 മീറ്റർ ചുറ്റളവിൽ പരന്നുകിടക്കുന്ന കുളം പി മമ്മിക്കുട്ടി MLA-യുടെയും അനങ്ങനടി പഞ്ചായത്തിൻ്റെയും ശ്രമഫലമായാണ് നവീകരിക്കപ്പെട്ടത്. അനങ്ങൻ മലയോട് ചേർന്ന വിശാലമായ കുളത്തിൻ്റെ പ്രകൃതി ഭംഗിയും പച്ചപ്പു നിറഞ്ഞ കാഴ്ചകളുമാണ് ആകർഷണം. ചെളിയും പായലും നിറഞ്ഞും കാടും മൂടിയും നാശത്തിൻ്റെ വക്കിലായിരുന്ന കുളം ചുറ്റുമതിലും കൈവരികളും നിർമ്മിച്ച് ആകർഷകമാക്കി. നീന്തൽ പരിശീലനത്തിനുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചെളി നീക്കി പടവ് നിർമ്മാണം പൂർത്തിയായ ഘട്ടം മുതലാണ് പ്ലാക്കാട്ടുകുളവും ഇവിടുത്തെ പച്ചപ്പും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി തുടങ്ങിയത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും മുൻപേ ഹിറ്റായ പദ്ധതിയുടെ മിനുക്കുപണികൾക്ക് അനങ്ങനടി പഞ്ചായത്തും തുക വകയിരുത്തി. പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് കരഭാഗം ഇന്റർലോക്ക് ടൈൽ പതിച്ച് മനോഹരമാക്കിയത്. ഗേറ്റ് സ്ഥാപിക്കാനും കുളത്തോട് ചേർന്ന ആൽമരത്തിന് തറ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ തന്നെ പ്ലാക്കാട്ടുകുളം കേരളീയ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിപുലമായ രൂപത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടി ഒരു മഹോത്സവം എന്ന നിലക്കാണ് ആഗസ്റ്റ് മാസം 11-ാം തീയതി 2 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി നിർവഹിക്കപ്പെടുന്നത്. അതിൽ ജനപ്രതിനിധികളായ ആളുകൾ ഞങ്ങളൊക്കെ ഉണ്ടാവും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.